ദിവസങ്ങളടയ്ക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി ദൈവം നമ്മെ കൂട്ടിവരുന്നല്ലോ. കർത്താവിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കരുതലുകളും നടത്തിപ്പുകളും കുട്ടികാലം രാഴ്ചവട്ടക്കാലം മുഴുവൻ നമ്മെ ഭദ്രമേറിയ ചെറുകടിയിൽ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയംഗമായി ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ആരാധനയ്ക്കായി ദൈവത്തിന് സന്നിധിയിൽ ദൈവത്തിന് മഹത്വം നൽകുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഇന്ന് പകൽക്കാലം ഉയർത്തുവാൻ യേശുവിന്റെ നാമം ഇന്ന് പകൽക്കാലം ഉയർത്തപ്പെടുവാൻ സകല നാമത്തിനും മേലായ നാമം ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന എല്ലാ നാമം വാഴ്ത്തിപ്പാടുന്ന നമ്മുടെ കർത്താവിനെ ഇന്ന് പകൽക്കാലം സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഈ ദേശത്ത് നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷകളെ കർത്താവ് ആശീർവദിക്കട്ടെ. ശുശ്രൂഷകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ഉണ്ടാകേണ്ടതിനായി അനുഗ്രഹിക്കപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നാം ദൈവസന്നിധിയിലായിരിക്കാൻ ഇന്ന് പകൽ കർത്താവ് നമുക്കിടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾ അടുത്ത് വരികയാണ്. അവിടുത്തെ പാദാതിക്ക് അടുത്ത് വന്ന് അബ്ബാ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് ആ പുത്രത്തിന്റെ ആത്മാവിന്റെ ആനുകൂല്യത്തില് അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് മുന്നേറുവാൻ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങൾ ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. We thank you Jesus, we thank you Lord. ഞങ്ങൾക്ക് നന്ദി പറയുന്നു അവിടുത്തെ വിശ്വസ്തതയ്ക്കായി, നടത്തിപ്പിനായി, ഹല്ലേലൂയ, പരിപാലനങ്ങൾക്കായി എല്ലാം നന്ദി പറയുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വിശുദ്ധന്മാർ ലോകമെമ്പാടും ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുന്ന പ്രകാരം ഞങ്ങൾക്കും ഈ ദേശത്തെ കർത്താവിനെ ആരാധിപ്പാൻ ആലയത്തിൽ കടന്നു വന്ന് കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിച്ചറിയുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ കൃപകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഹൃദയം നന്ദിയാൽ നിറയുന്നു. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഇത് പകൽക്കാലം ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ, യേശുവിന്റെ നാമത്തെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ഈ കൂട്ടായ്മ ഞങ്ങൾ ചോദിക്കുകയാണ്. അവിടുത്തെ കൃപ ഞങ്ങളെ മറച്ചല്ലോ, കാത്തല്ലോ, സൂക്ഷിച്ചല്ലോ. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ ദാനമായി തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലത്തെ ആരാധന ആദ്യത്തെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വന്തം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ പ്രഭാതവേളയിൽ വിശുദ്ധ ആരാധനയ്ക്കായി കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. പ്രാരംഭത്തിൽ പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കാം. പകൽക്കാലം ദൈവസന്നിധിയിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവജനത്തിൽ കാണുന്നു ജീവനുള്ളതൊക്കെയും അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവൻ സസ്യങ്ങളും അവൻ പറവകളും മൃഗജാതികളും എല്ലാം അവന്റെ നാമത്തെ ഉയർത്തും. ഇന്ന് പകൽക്കാലം നമുക്കും ഹല്ലേലൂയ നമ്മളെ രക്ഷിച്ചവനായ കർത്താവിനെ അവൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഹല്ലേലൂയ താഴ്ചയെ നമ്മെ ഓർത്ത കർത്താവിന് അവൻ ഹല്ലേലൂയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, അവൻ നന്ദി നിറഞ്ഞ ആദരങ്ങളോടെ അവന്റെ നാമത്തെ സ്തുതിച്ച് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രഗീതം പാടുക നീ മനമേ എന്നുള്ള പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. Yeah.
ചേർന്ന് കരങ്ങൾ കട്ടി നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. സത്യത്തിലും ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാനായി ഈ ദേശത്ത് കർത്താവിനെ കൊണ്ടുവരുത്തിരിക്കുമ്പോൾ നമുക്ക് ദിവസം പറയാൻ കർത്താവ് ഇത്രത്തോളം ചേർന്ന അവിടുത്തെ ഹല്ലേലൂയ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇതുവരെ കരുതിയ അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഇനി ക്രമത്തിൽ നിന്നെ കരുതുവാൻ കർത്താവ് മതിയായ നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ഹല്ലേലൂയ. നാം നേടിയതല്ലെന്നും ദൈവമെല്ലാം നൽകി തന്നതാണ്. ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്തുള്ളൂ? ഹല്ലേലൂയ. നന്ദിയോടെ അതോ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സാധ്യതകൾ അസ്തമിച്ചു പോയപ്പോ അതിന്റെ മധ്യത്തിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം വഴികളെ തുറന്ന കർത്താവ് ഉയർത്തിരുന്ന ശത്രു ബാധിച്ചപ്പോൾ ഇവിടെ നമ്മൾ ഉയർത്തിയ വിടുവിച്ച വീണ്ടെടുക്കാം. ദൈവത്തിന്റെ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. വളരെ കാലം ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം പാട്ട് ചേർന്ന് പാടി കരകളെ തട്ടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തിടെ തീരുവിധം പോൽ. ഇനിയും കൃപ തോന്നി ദൈവം നമ്മെ
പ്രാർത്ഥിക്കുക. സ്റ്റൈലിലൂടെ പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവേ, പകൽക്കാലം ഞങ്ങൾക്ക് ദിവസങ്ങളായി പാട്ടുകളൊക്കെ പാടി കഥാവ് സ്തോത്രം കഥാവേ. സന്നിധികളായിരിക്കുമ്പോൾ കഥാവ് പ്രവൃത്തിയോടെ സന്നിധികളായിരിക്കും പ്രാർത്ഥിക്കുന്ന കഥാവേ. അവൻ ഹല്ലേലൂയ കഥാവേ. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ആരാധനയിൽ കഥാവേ. ഹല്ലേലൂയ അവൻ യഥാർത്ഥമായതിന്റെ അവൻ ഹല്ലേലൂയ സാന്നിധ്യം അനുഭവിച്ചതിന് ഓരോരുത്തരെ ഇടപെടുത്തണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവൻ ഹല്ലേലൂയ സന്നിധികളായിരിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവേ, വിടുതൽ പ്രാപിപ്പാൻ ഇടപെടുത്തണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവൻ വരുന്ന സംസാരിപ്പാൻ ദാസനെ കർത്താവേ നീ അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർക്കണം നിങ്ങൾ പ്രാർത്ഥന കർത്താവേ. അവൻ ഹല്ലേലൂയയായി വന്നവർക്ക് സൗഖ്യമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ആമേൻ. അവൻ ക്ലേശത്തോടെ ഭാരത്തോടെ ആരെങ്കിലുമായിരിക്കുന്നുവെങ്കിൽ കർത്താവേ സമാധാനം ആശ്വാസം നൽകി കർത്താവേ അവൻ ഹല്ലേലൂയ കർത്താവേ അവരുടെ ആശ്വാസം നൽകി അവൻ സമാധാനം അവരുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിങ്ങളുടെ ആവശ്യങ്ങളും ഉണ്ടായിരുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ. ഇതിനെല്ലാം കർത്താവേ നീ മറുപടി അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ നമ്മുടെ സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവൻ ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് വാക്യം പറയുവാനൊക്കെ കർത്താവിനെ അവരെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ സന്നിധികളായിരിക്കുന്നു കർത്താവ് എല്ലാം നിന്റെ നാമത്തിൽ പരിമേൽപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകി തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥനയുടെ നാൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ. And the government shall be on his shoulder. His name shall be called Wonderful Counselor, Mighty God, and Everlasting Father, Prince of Peace. Praise God. Hallelujah. Luke chapter 20. Psalms 75 verse 1. We praise the Lord. Your name is near. People tell about your wonderful deeds. Yeah, come on, Frank. What? Praise, joy, and Father. A foolish child brings But for me, it is good to be near God. I have made the servant of the Lord my refuge. I will tell about all your deeds. 1 John 5 verse 4. For whatever is born of God overcomes the world, and this is the victory that has overcome the world, our faith. Amen. Proverbs 1:7. Fear of the Lord is the beginning of knowledge, but fools despise wisdom and instruction.
God. For the Lord says, who has peace upon us. Isaiah 54 verse 10. Amen. Matthew 7, verses 7 and 8. Ask and it will be given to you, seek and you will find, knock and the door will be opened to you. But the one who asks receives, the one who seeks finds, and the one who knocks the door receives. Proverbs 3 verses 5 to 7. Trust in the Lord with all your heart and lean not on your own understanding. In all your ways acknowledge him, and he will make your path straight. Be not wise in your own eyes, and trust his ways. Turn with your mind. Wherever you go, I go, and where you stay, I stay. You will be my people, your God, my God. Wherever you go, I will go. And so my enemy let me go. Move 2 verses 1 to 2. A wise woman makes her house, but the foolish pulls it down with her hands. He who walks in his uprightness will fears the Lord, but he who walks in his perverse way will be destroyed. Proverbs 3:13 verses 1 to 2. Psalm 4:19 verse 105. Yours is my truth, you know what to my path. ഓക്കെ, നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും നിങ്ങളുടെ കരങ്ങളെ കുഞ്ഞുങ്ങളുടെ നീട്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ഇന്നലെ വൈകിയ സമയത്ത് അവർ വളരെ നല്ല രീതിയിൽ അവരുടെ സൺഡേ സ്കൂളിലെ വൈദ്യ ആനിവേഴ്സറിക്കായി കാര്യങ്ങൾ ചെയ്യട്ടെ. അവരുടെ താരങ്ങളൊക്കെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി വിനിയോഗപ്പെടായോ. പ്രത്യേക ദിവസങ്ങളിലെ ഇംഗ്ലീഷ് ചർച്ചിലെ പ്രാക്ടീസിനായി കടന്നു പോകുന്നു. അവർ ചെയ്യുന്ന ആ പ്രോഗ്രാമും ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സുജാനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയമാതാവിനോട് ചേർന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ അവരുടെ പഠനത്തെ, അവരുടെ ഭാവിയെ, അവരുടെ വളർച്ചയെ സകലത്തിലുപരിയായി കർത്താവിന്റെ സുവിശേഷത്തിന്റെ, ദൈവിക സുവിശേഷത്തിന്റെ ഹല്ലേലൂയ വക്താക്കളായി അവരായി തീരുവാൻ. They shall be loving God with all their heart, and they will be proclaiming the God's word, proclaiming the gospel all throughout their life. Hallelujah. ദൈവരായത്തിന് കൊള്ളാവുന്നവർ നമ്മുടെ കുഞ്ഞുങ്ങളായി തീരുവാൻ അവരുടെ മേൽക്കരം നീട്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമാതാവ് പ്രാർത്ഥിക്കാം. The name of Jesus. Hallelujah. Glory to God. Hallelujah. അനുഗ്രഹിക്കപ്പെട്ടവരായി അവരുടെ സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോൾ കുഞ്ഞുങ്ങളോട് കൂടെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്ന കോളേജിൽ സ്കൂളിൽ എന്നെ പറ്റി രക്തപോട്ട കൊണ്ടുവന്ന് പൊതുവെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശക്തി ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന വചനമൊക്കെയും അവർക്ക് അനുഗ്രഹമായി തീരുമാനം ഞങ്ങൾ ഭയങ്ങളായിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പച്ച അവരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ നിങ്ങളോട് കൂടുതൽ സഹായിക്കണമെന്ന് അപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥിക്കുക. സ്തോത്രം എല്ലാം യേശുവിന്റെ നാമത്തിലാണ് അപേക്ഷിക്കുന്ന കൃപകൾക്കാണമേ. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനായി സമയത്തെ വേർതിരിക്കുകയാണ്. സത്യത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് ചെയ്യാം. സ്തോത്രം. എല്ലാവർക്കും നമുക്ക് ദിവസത്തിൽ എഴുന്നേൽക്കാം. കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേൽക്കാം. 68-ാം സങ്കീർത്തനം സ്തോത്രം വാക്യം പ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വം. Psalm 68, we will read that psalm responsively and give glory to God. Hallelujah. Stotram. While the kids depart for the practice, let us all stand together in the presence of God and we will read Psalm 68 responsively and give glory to God.
68 സങ്കീർത്തനം Psalm 68. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും, അതേ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവന്മാർക്ക് ന്യായപാലകനുമാകുന്നു. ദൈവമേ, നിന്റെ ജനത്തിനു മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ചു, ക്ഷീണിച്ചിരുന്ന എന്റെ അവകാശത്തെ തണുപ്പിച്ചു. കഥാവാജ്ഞ കൊടുക്കുന്നു, സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു. നിന്റെ തൊഴുത്തുകളിടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൊയ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു. ബശാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു. ബശാൻ പർവ്വതം കുടിമുള്ളേറിയ പർവ്വതമാകുന്നു. ദൈവത്തിന്റെ രഥങ്ങളായിരമായിരവും കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. ദൈവമായ നാഥോട് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതേ ദൈവത്തിന്റെ ശത്രുക്കളുടെ തലയിൽ തന്റെ അകൃത്യത്തെ നിറക്കുന്നവന്റെ രോമുള്ള നിറയിൽ തകർത്ത് കളയും. ഞാൻ അവരെ ബാശാനിൽ നിന്ന് മടക്കി വരുത്തും, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ മുമ്പിൽ നടന്നു, തക്കോടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സുബൂലും പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. യെരൂശലേമിലുള്ള നിന്റെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ എന്നൊക്കെ കാഴ്ച കൊണ്ടുവരും. മിസ്രയീമിൽ നിന്ന് മഹത്തുക്കൾ വരും. കൂശ് വേഗത്തിൽ തന്റെ കൈകളെ ദൈവത്തിങ്കിലേക്ക് നീട്ടും. പുരാതന സ്വർഗങ്ങളിൽ വാഹനം വരുന്നതിന് പാടുവിൻ. ഇതാ അവന്റെ ശബ്ദത്തെ, ബലമേറിയ ശബ്ദത്തെ കേൾപ്പിക്കുന്നു. അടുത്ത വാക്യം ചേർന്ന് വായിക്കാൻ, ദൈവത്തിന് ശക്തി കൊടുപ്പീൻ. അവന്റെ മഹിമ ഇസ്രായേലിന്മേലും അവന്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു. ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ശക്തി കൊടുപ്പീൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മഹിമയും ആദരവും സ്തുതിയും സ്തോത്രവും അർപ്പിപ്പാൻ ഇസ്രായേലിന്റെ ദൈവത്തിന് ശക്തിയും ജനത്തിന് ബലവും കൊടുക്കുന്ന ദൈവമാകിയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ബലമില്ലാത്തവർക്ക് ബലം പകരുന്ന ഹല്ലേലൂയ ബലഹീനതയിൽ തെളിഞ്ഞിരുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽക്കാലം നമ്മുടെ ബലമുള്ളതിന്റെ ഇന്ന് പകൽക്കാലങ്ങളെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ വിശ്വസ്തത വലുതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ചക്കാലം മുഴുവൻ അവിടുത്തെ ഹല്ലേലൂയ കൃപയിലെ കരുതലില് പരിപാലനത്തില് ചെറുകിന്റെ മറവിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ വിശുദ്ധ പകൽക്കാലം ആരാധനയ്ക്കായി ഞങ്ങളെ കൂട്ടിവരുത്തിയ അവിടുത്തെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അല്പസമയം ഞങ്ങൾ ദൈവപാദപ്പെടുത്തലായിരിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളോടൊക്കെ സംസാരിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകുന്നത് പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം അങ്ങേക്കാം. സംഘത്തിനോട് ഞങ്ങൾ സംസാരിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
അതോളം നമ്മെ കർത്താവ് സഹായിച്ചു കൊണ്ടുവന്നു. ദൈവത്തിന്റെ എല്ലാ വിശ്വസതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പല പ്രിയപ്പെട്ടവരും ശാരീരിക ക്ലേശങ്ങൾ കാരണം ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളായിരിക്കുന്നു. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിലും പല പ്രിയപ്പെട്ടവരും ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ മൂലമുള്ള ശാരീരിക ക്ലേശങ്ങൾ പലരെയും അലട്ടി സ്തോത്രം, പലരും കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാൻ സ്തോത്രം. ദൈവം നിങ്ങളെ സൗഖ്യമാക്കട്ടെ, വിടുവിക്കട്ടെ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. സ്തോത്രം. അവന്റെ അടിപ്പിണകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ സൗഖ്യം ഏറ്റെടുക്കുവാൻ ഹല്ലേലൂയ, അവിടുത്തെ ഏറ്റെടുക്കുന്നു മടങ്ങി പോകുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. സ്തോത്രം. വായിച്ച സംഗീത ഭാഗത്തേക്ക് വരുമ്പോൾ 68-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. It is a psalm that says about the victorious procession of the God of Zion. സിയോനിലേക്ക് ജയം പ്രാപിച്ച് കടന്നു വരുന്ന സ്തോത്രം. രാജാവ് പറയുന്നത് ജയം യഹോവയ്ക്കുള്ളത്. പലപ്പോഴും സ്തോത്രം നമുക്കറിയാം, ഈ ലോകത്തില് ഉള്ള സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ ജയിക്കുമ്പോൾ അവര് പറയും ഞങ്ങൾ ജയിച്ചു എന്ന് പറയും, അല്ലേ? സ്തോത്രം. എന്നാൽ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലാണെങ്കിലും ജയപരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന രാജ്യം ജയിച്ചു എന്ന് പറയും. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ജയിക്കുമ്പോൾ അവരെ ജയം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. ചിലരൊക്കെ ചെയ്യാറുണ്ട്, നാം കാണാം. അല്ലെങ്കിൽ ചിലർ മെഡലൊക്കെ നേടി കഴിയുമ്പോൾ പറയും ഐ പ്രസന്റ് ദിസ് ഇൻ ഓണർ ഓഫ് മൈ പേരൻസ് ഓർ സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചാൽ സ്തോത്രം അവർ വിശ്വസിക്കുന്നത് നല്ലൊരു ശതമാനം ആളുകൾ സ്തോത്രം നല്ലൊരു കാലഘട്ടം വരെയും പിന്നീട് അവർ ദൈവത്തിന്റെ വഴി വിട്ട് മാറിപ്പോയെങ്കിലും സ്തോത്രം അവരുടെ ജീവിത കാലയളവിൽ അവർ മറ്റ് ജാതികളുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Lord wages war for us. Even today we can hear that when they tell that. Praise the Lord. So നമ്മൾ കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ജയമാണ് നമ്മുടെ ജയം എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജയം ദൈവത്തിന്റെ ജയമാക്കി മാറ്റാൻ ശ്രമിക്കരുത്. സ്തോത്രം. കർത്താവ് ഞാൻ എന്റെ ജഡം അല്പം സ്തോത്രം താഴ്ത്തി വന്നാലും, ഞാൻ അല്പം താഴോട്ട് വന്നാലും എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. ഹല്ലേലൂയ. So ultimately when God is triumphant, when our God is victorious, hallelujah, praise the Lord, ultimately that will become our victory. Praise the Lord. That will be a perfect victory. നാം കുറച്ചൊക്കെ ജയിച്ചാലും നമ്മൾ അന്നേരത്തെ സന്തോഷമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മനസ്സിലാകുന്നു അത് വേണ്ടായിരുന്നു നമുക്ക് തോന്നിപ്പോകും. നാം പിടിച്ചതും ജയിപ്പാൻ നാം വാദിക്കുമ്പോൾ പിന്നീട് പിൽക്കാലത്ത് വർഷങ്ങൾ കഴിയുമ്പോഴാകാം, ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അല്പസമയം കഴിയുമ്പോൾ ആ വാദഗതി ഉയർത്തണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നാം. എന്നാൽ കർത്താവേ നിന്റെ നാമം ജയിപ്പാൻ, നിന്റെ ഹിതം വെളിപ്പെടുവാൻ, ഹല്ലേലൂയ, അങ്ങയുടെ ഇഷ്ടം കർത്താവെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ദൈവനീതിക്ക് ഇടം കൊടുത്താൽ നമ്മ ഒരു കാര്യം മനസ്സിലാക്കുക. സംഗീതക്കാരൻ പറയുന്നത് പോലെ, ഈ സംഗീതത്തിന്റെ ഉടനീളം പറയുന്നത് പോലെ സ്തോത്രം ദൈവം തന്റെ ശത്രുക്കളുടെ മേൽ ജയം വരിക്കും. സ്തോത്രം. ദൈവത്തിന്റെ ജയത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവിക ജയത്തിൽ എപ്പോഴും ദൈവനീതിയുണ്ട്. സ്തോത്രം. The righteousness of God is the crown of victory that God attains. Praise the Lord. Hallelujah. നാം പറയുന്ന പല കാര്യങ്ങളും മാനുഷികമായി ന്യായങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ ദൈവനീതി ഉണ്ടോ നാം പലപ്പോഴും പരിശോധിക്കണം. Praise the Lord. Hallelujah. Are we giving time and place and space for God's righteousness to be prevailing? Praise the Lord. Hallelujah. നാം ദൈവനീതിക്കും ദൈവികമായ സ്തോത്രം സത്യത്തിനും ദൈവത്തിന്റെ ന്യായപാലനം അവിടെ വെളിപ്പെടുന്നതിനും സ്തോത്രം ഇടം നൽകുന്നു. പലപ്പോഴും നാം പലത് വായിക്കാറുണ്ട്, ദൈവത്തിന്റെ കോപത്തിന് ഇടം നൽകുക, അല്ലേ? സ്തോത്രം. ദൈവത്തിന്റെ കോപത്തിന് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പലപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാൻ സ്പേസ് ഇല്ല. സ്തോത്രം. ദൈവത്തെ നാരോ ചെയ്യുക, ദൈവത്തെ നാം അല്പം കാത്തിരുന്നാൽ ഒരു പക്ഷെ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ പദ്ധതിയേക്കാൾ മനോഹരമായി വെളിപ്പെടുകയാവും. അന്ന് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ God triumphs over his enemies. ദൈവത്തിന്റെ ജയമാണ് അവിടെ. ശത്രുക്കൾ ചിതറി പോകുന്നു, മുഖപതറുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് സ്തോത്രം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതിലേക്ക് ഇന്ന് പകൽക്കാൽ വിവരിപ്പാൻ പോകുന്നില്ല. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ആ ജയത്തെ കുറിച്ചുള്ള പാട്ടാണ്. സ്തോത്രം. The triumphant singing, the songs of praise and singing about the triumph of God.
ജയിച്ച ജയവീരനായ കർത്താവിനെ ഉയർത്തുന്ന സ്തോത്രം ഒരു കാര്യമാണ് നാം സ്തോത്രം ആ വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, സ്തോത്രം 7 മുതലുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ അവിടെ സ്തോത്രം ദൈവം ജയിക്കുന്നത് എന്തിനു വേണ്ടിയാ? സ്തോത്രം God wins the battle for his people. Praise the Lord. തന്റെ ജനത്തിനു വേണ്ടി അവൻ ജയം വരിക്കുകയാണ്. Praise the Lord. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൈവനീതിക്ക് ഇടം നൽകുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഇന്നലെ നാം കേട്ടു സ്തോത്രം ഒഴിവുകഴികൾ പറയാനുള്ള സ്ഥലത്ത് പോലും സ്തോത്രം ഹല്ലേലൂയ വളരെ ന്യായമായ ഒരു എക്സ്ക്യൂസ് ആണ്. എനിക്ക് രാജാവിന്റെ അടുത്ത് പോകുവാൻ കഴിയുകയില്ല എന്ന് എസ്തർ പറഞ്ഞത്, അല്ലേ? അത് രാജ്യത്തിന്റെ നിയമമാണ്. എന്നാൽ ആ ഒഴിവുകഴിവ് പോലും മാറ്റിവെച്ചിട്ട് സ്തോത്രം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ ഹല്ലേലൂയ ഒരു വലിയ ചുവടെടുത്തപ്പോൾ അവിടെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. സ്തോത്രം ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം പറയുന്നത് എന്നോട് അടുത്തു വരുവിൻ എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്തു വരാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, there is a way, there is a movement that should happen from our side. നമ്മുടെ ഭാഗത്ത് നിന്ന് സ്തോത്രം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം വന്നോണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാന്നല്ല. സ്തോത്രം വിശ്വാസത്തിന്റെ ആദ്യ ചുവട് നീ എടുക്കുമ്പോൾ അവിടെ മഹത്വത്തിന്റെ വഴിയെ തുറക്കുന്ന ഒരു ദൈവം നമുക്കായുണ്ട്. എത്രയും വിശ്വസിക്കുന്ന പകൽക്കാലം കർത്താവേ ഇതിലെനിക്ക് സൗഖ്യമുണ്ട്, ഇതിലെനിക്ക് വിടുതലുണ്ട്, ഇവിടെ ദൈവപ്രവൃത്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ ഈ വാഗ്ദത്തം നിവർത്തി വെളിപ്പെടും. സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ല. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. വഴികൾ അടഞ്ഞതായി ശത്രു ഭയഭീതി വരുത്തുമ്പോൾ അവിടെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി വിശ്വാസത്താൽ ഒരു ചുവടുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി മഹത്വത്തിന്റെ വഴിയെ തുറക്കുന്ന വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ 4 ദിവസമായി ഹല്ലേലൂയ നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയിലേക്ക് കടന്നു വന്ന ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ എന്റെ കർത്താവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മുടെ അഭിഷേകങ്ങളുടെ മേൽ വെളിപ്പെടുമെന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീവനില്ലാത്തതിന്റെ മേൽ ജീവന്റെ തുടുപ്പിന് നൽകുവാൻ കഴിയുന്ന പ്രൈസ് ദി ലോർഡ്. ഉണങ്ങിപ്പോയ വേരിന്റെ മേൽ വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ അതിന്മേൽ ഹല്ലേലൂയ ഒരു പൊട്ടിമുള ഉണക്കുന്നത് പോലെ ഹല്ലേലൂയ ഇന്നകാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക ചെയ്യും. So the victorious God, when we are singing victory for God, he is saying, he is telling, he is declaring that I have this victory for my people. Praise the Lord. എന്റെ ജനത്തിനു വേണ്ടി ഹല്ലേലൂയ. Praise the Lord. അവിടെ 11 മുതൽ വാക്യങ്ങൾ 8 മുതൽ 14 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പല രാജാക്കന്മാരുടെയും പേരുകൾ അവിടെ സ്തോത്രം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സംഭവിച്ച പല ജയങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കുന്നത്. ഞാൻ അതിലേക്ക് നിന്ന് പകൽക്കാലം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, സമയം പരിധി നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പർവ്വതങ്ങളുടെ മേൽ ജയം. ബാഷാൻ പർവ്വതം, കൊടുമുടികളേറെ പർവ്വതം, ദൈവത്തിന്റെ പർവ്വതം, ദൈവത്തിന്റെ പർവ്വതത്തിന്റെ മേൽ ഹല്ലേലൂയ സ്പർദ്ധിച്ചു നോക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ പ്രിയമുള്ളവരെ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ ഒരുവന്റെ മേൽ തോന്നിയാൽ, ദൈവത്തിന്റെ ദയ ഒരുവന്റെ മേൽ തോന്നിയാൽ, ദൈവം ഒരുവനെ വസിപ്പാൻ ഇച്ഛിച്ചാൽ, ദൈവത്തിന് ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ അവൻ അതിനെ സ്ഥിരമാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ സ്പർദ്ധിച്ചു നോക്കിയാൽ ആ സ്പർദ്ധ അവന്റെ മേൽ ബാധിക്കുകയില്ല. ഹല്ലേലൂയ. പറയുകയാണ്, നാദോട് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെടുമാറാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവരും പറയാൻ കഴിയുന്ന സാക്ഷ്യമായത് നാദോട് ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ അവസ്ഥകളെ, ഞങ്ങളുടെ ബേർഡൻസിനെ, ഞങ്ങളുടെ ഭാരങ്ങളെ ഹല്ലേലൂയ ദൈവം നമുക്ക് ഉദ്ധാരണമുള്ള ദൈവമാണ്. Praise the Lord. God is a God of salvation. Our God is a God of salvation and deliverance belongs to him. Hallelujah. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് നമ്മുടെ ദൈവമായ യഹോവയുടെ കയ്യിലാണ്. Praise the Lord. Hallelujah. സമയത്തിന് മുൻപേ നിന്റെ ജീവനെ തൊടുവാൻ ശത്രുവിനെ അനുവദിക്കാതെ അവൻ അതിർവരപ്പെടുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എന്റെ മിടുക്കുകൊണ്ടല്ല, ഞാൻ എടുക്കുന്ന മരുന്നുകളുടെ മിടുക്കുകൊണ്ടല്ല, ഒരു സെക്യൂരിറ്റി മെഷർ കൊണ്ടല്ല, മറ്റൊരു വിധമായ Praise the Lord. Hallelujah കാര്യങ്ങളുമല്ല. അതൊക്കെ നിൽക്കട്ടെ. ഹല്ലേലൂയ. എന്റെ ആസേവന്റെ ദൈവത്തില് ഹല്ലേലൂയ മരണത്തിലോ നീക്കുപോക്ക് നൽകി എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. Praise the Lord. ദൈവത്തിലായിരിക്കുന്ന ഓരോ നിമിഷവും നാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ
28-ാം വാക്യം വായിക്കുമ്പോൾ പറയാം, നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പ്രവർത്തിച്ചൊരു പ്രവൃത്തി നമ്മുടെ മേലുണ്ട്. ദൈവം ചെയ്ത ക്രിയകളുണ്ട്, ദൈവം തുടങ്ങി വെച്ച ചിലതുണ്ട്. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നാം എത്തുവാനിടയായി തരണം. ഹല്ലേലൂയ. നമുക്ക് ജയം നൽകിയൊരു ദൈവമുണ്ട്, നമുക്ക് വിടുതൽ നൽകിയൊരു ദൈവമുണ്ട്. He has done that for us. Hallelujah. And he can do it again. നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമുണ്ട്. അവർ ഒരിക്കലും നമ്മെ വിടുവിച്ചു, അവർ വീണ്ടും അത് ചെയ്യുവാൻ കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവേ, one more time, hallelujah, നീ എന്നെ വിടുവിച്ചതാ, നീ എന്നെ സൗഖ്യമാക്കിയതാ, നീ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതാ. You can do it again and again. Hallelujah. വീണ്ടും എനിക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ. ഹല്ലേലൂയ. അബദ്ധം പറ്റിയതായ ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൻ ചെയ്തതിനെ വീണ്ടും ചെയ്യുന്ന, നിന്നെ സൗഖ്യമാക്കിയവൻ നിന്നെ വീണ്ടും സൗഖ്യമാക്കുവാൻ കഴിയുന്ന, നിന്നെ ബലപ്പെടുത്തിയവൻ നിനക്ക് നിരന്തരം ബലം നൽകുവാൻ കഴിയുന്ന, കഴിയന്മാരെ പോലെ ഒരു ചിറകടിച്ച് ഉയരും. ഹല്ലേലൂയ. ശക്തി പുതുക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളവരോട് ഇടപെടുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന്റെ ശക്തിയുടെ പേര്, അവന്റെ ബലവും മഹത്വം കൊടുപ്പേ. ഇത് പലകാലം ദേവസ്ഥലായിരിക്കുന്നത് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ജയം നൽകിയ ദൈവത്തെ, ഈ വിടുവിച്ച ദൈവത്തെ വീണ്ടും വിടുവിപ്പാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. What an awesome God we serve. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പുരാതനായ ദൈവം, ശാശ്വതവാനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്നത് ദൈവത്തിലൂടെ. ഹല്ലേലൂയ. സ്തോത്രം. അവന് മഹത്വം കൊടുത്താൽ, എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയാൽ, ഹല്ലേലൂയ, സ്തോത്രം, തന്റെ ജനത്തെ ഉയർത്തുന്ന, ഹല്ലേലൂയ, തന്റെ ജനത്തെ തക്ക സമയത്ത് ഉയർത്തുന്ന ബലമുള്ള ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താഴെത്തി അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം. ഇന്ന് പകൽക്കാലം നമ്മെ കേൾപ്പിച്ച് ആലോചിക്കുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഓർമ്മയുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങളുടെ കർത്താവായ യഹോവയെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം as a congregation, hallelujah, we are in the presence of God. We are here to worship our God. We are here to glorify our God's holy name. We have only one purpose. നമുക്ക് ഒരു ഉദ്ദേശമേ ഉള്ളൂ, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. അതിനായി ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം നാളോട് ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങൾ രക്ഷയാൻ ദൈവമേ, ഹല്ലേലൂയ, മരണത്തിൽ നിന്ന് നീക്കുപോക്ക് അവിടുത്തെ കയ്യിലാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുക. അവിടുത്തെ കഴിഞ്ഞ കാലം ഞങ്ങൾക്ക് വേണ്ടി നേടുന്ന ജയത്തിനായി, ദൈവത്തിന്റെ ജയത്തിനായി, ദൈവനീതിയുടെ ജയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ കാലം ഞങ്ങൾ വിടുവിച്ച ദൈവം അന്ന് വീണ്ടും ചെയ്യുമല്ലോ. ഹല്ലേലൂയ. ഞങ്ങളെ സമർപ്പിക്കും. നിരാഴ്ചക്കാലം ജയോത്സവമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനപ്രകാരമുള്ള വിടുതലുകളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക്, ദൈവപ്രവൃത്തിയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേണ്ടാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേണ്ടാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്. ചന്തമോടെ Amen.
സ്തോത്രം. നാം തുടക്കം കുറിച്ച സ്തോത്രം ദൈവിക വാഗ്ദത്തങ്ങൾ, സ്റ്റാൻഡിങ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗാഡ്. അതിന്റെ രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ബോൺ അക്കോർഡിംഗ് ടു പ്രോമിസ് വേഴ്സസ് ബോൺ അക്കോർഡിംഗ് ടു ഫ്ലഷ്. സ്തോത്രം. പലപ്പോഴും ജഡത്തിൽ ഉരുവായി വന്ന ചില കാര്യങ്ങൾ, സ്തോത്രം, ആത്മാവിൽ ഉരുത്തിരിയുന്ന അനുഗ്രഹങ്ങൾ, സ്തോത്രം, അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ ദൈവം ചെയ്യുന്ന കെട്ടുപണി, അതാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടത്. സ്തോത്രം. Whenever we receive a promise from God, എപ്പോഴും നാം വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അതിന്റെ ആത്മീക വശത്തിന് വേണം നാം ഊന്നൽ നൽകുവാൻ. ഹല്ലേലൂയ. എപ്പോഴും പറയുന്നുണ്ട്, ജഡത്തിൽ പണിയുന്നതൊന്നും നിലനിൽക്കില്ല, ആത്മാവിൽ പണിയുന്നത് നിലനിൽക്കും. ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഒരു കല്ലുപോലും നാം എടുത്തു വെക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. എന്നാൽ വെട്ടുകുഴിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളായി ആത്മാവിനാൽ രൂപീകരിക്കപ്പെട്ട ദൈവിക പണിയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ക്രിസ്തു എന്ന മൂലക്കല്ലോട് ചേർത്ത് പണിയുന്ന ജീവകല്ലുകളായി നാം ആയിരിക്കും. പലപ്പോഴും നമുക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാകും, ബിക്കോസ് വി ലീവ് ഇൻ ഫ്ലഷ്. നാം ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിൽ പണിയുവാനുള്ള ഒരു അഭിവാഞ്ച, ഒരു മനോഭാവം, ലിവിംഗ് ഇൻ ഫ്ലഷ്. നമ്മൾ ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടതാണ്. എന്നാൽ ആ ആത്മാവിൽ നാം വസിക്കുന്നത് വീണ്ടെടുക്കപ്പെടാത്ത, വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത, സ്തോത്രം, ഇപ്പോഴും പാപത്തിന് വിധേയമാകുവാൻ സാധ്യതയുള്ള, ഇപ്പോഴും സ്തോത്രം വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള ഒരു ജഡത്തിലാണ് നാം വസിക്കുന്നത്. നാം മറന്നു പോകരുത്. സ്തോത്രം. ഇതൊക്കെ മനസ്സിലാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഒരിക്കലും ആരും ജഡത്തിൽ പ്രശംസിക്കരുത്. സ്തോത്രം. ജഡത്തിൽ പ്രശംസിച്ച് ഒരു വാക്ക് നാം പറയരുത്. സ്തോത്രം. നമുക്ക് ആകുന്നത് ഞാൻ കൃപയാലാകുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നത്. കൃപയല്ലേ ഉള്ളൂ. സ്തോത്രം. കൃപയല്ലാതെ ഒന്നുമില്ല. കൃപയില്ലാതെ ഒന്നുമില്ല കർത്താവേ. അടുത്ത ചുവട് കൃപയാല. ജഡത്തിൽ ജഡത്തിൽ സഞ്ചരിക്കുന്നുണ്ട്, ജഡത്തിൽ ജീവിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ നിലനിർത്തുന്നത് കൃപയാ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഗലാത്യർ 4-ാം അധ്യായം 28-ഉം 29-ഉം വായിക്കുമ്പോൾ ആത്മാവിൽ അപ്പോസ്തലനായ പൗലോസ്, സ്തോത്രം, നമ്മോട് പറയുന്ന വാചകങ്ങളാണ്. വായിച്ചാട്ടെ. അതിന്റെ മലയാളത്തിലും ഇംഗ്ലീഷിലും Galatians 4:28-29. ഇംഗ്ലീഷിൽ വായിച്ചാട്ടെ. Now we, brethren, as Isaac was, are children of promise. But as he was born according to the flesh, then persecuted him who was born according to the Spirit, even so it is now. Praise the Lord. Even so it is now. Praise the Lord. അന്ന് സംഭവിച്ചതുപോലെ ഇന്നും നടക്കുന്നുണ്ട്. സ്തോത്രം. വാഗ്ദത്തപ്രകാരം ജനിച്ചതിന്റെ മേൽ, വാഗ്ദത്തപ്രകാരം ഉരുവായ എല്ലാറ്റിന്റെ മേൽ ഒരു വെല്ലുവിളിയുണ്ട്. സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലേ, പാസ്റ്റർ എപ്പോഴും വെല്ലുവിളിയെ പറ്റിയാ പറയുന്നത്, പോസിറ്റീവായിട്ടൊന്നും പറയാനില്ലേ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ, ഞാനത് പറഞ്ഞില്ലെങ്കിലും ഒരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വെല്ലുവിളി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പരാജയപ്പെടണമെന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. വെല്ലുവിളി ഉണ്ടെന്നും പറഞ്ഞ് നാം തകർന്നു പോകണമെന്നില്ല. വെല്ലുവിളി ഉള്ളിടത്തും നമ്മുടെ ദൈവം ജയിച്ചവനായതുകൊണ്ട്, ഇന്ന് രാവിലെ നാം കേട്ടതുപോലെ ജയവീരനായ ഒരു കർത്താവിനെ പിൻപറ്റുന്നവരായതുകൊണ്ട്, ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, വെല്ലുവിളിയുണ്ട്, ഉപദ്രവമുണ്ട്. സ്തോത്രം. ആത്മപ്രകാരം ഉളവായി വരുന്ന സകലത്തിന്റെയും എതിരെ ഒരു പോരുണ്ടെങ്കിലും ആത്യന്തികമായി ജയം ആത്മാവിനാലാണ്. അതുകൊണ്ട് അവരുടെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രേ ഇത് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു. ഗോഡ് പ്രോമിസ്ഡ് എബ്രഹാം. നമുക്കറിയാം, ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തത്തിൽ യാതൊരു കുറവുമില്ല. സ്തോത്രം. ആ വാഗ്ദത്തം പൂർണ്ണതയുള്ളതാ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ ആ വാഗ്ദത്തത്തിന്റെ ആരംഭം നമുക്ക് കാണാൻ കഴിയും. യഹോവ അബ്രഹാമിന് അരുളി ചെയ്ത, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പൃഥുഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ
ഭൂമിയിലെ സകല ജാതികളും നിന്നാൽ അനുഗ്രഹിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് നൽകിയ ചെറിയൊരു അനുഗ്രഹം പോലും അതിനകത്ത് ദൈവം ഒളിപ്പിച്ചേക്കുന്ന സാധ്യത സകലരും അനുഗ്രഹിക്കപ്പെടുവാൻ സാധ്യത. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു ചെറിയ അനുഗ്രഹമാകാം, ഒരല്പം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചെറിയ അനുഗ്രഹം ഒന്നുമല്ല അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളത്. ഇന്ന് പകൽക്കാലം സാക്ഷി കണ്ടല്ലോ, എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. So God's promise to Abraham had a purpose. Praise the Lord. Hallelujah. It had a wider application. ഇതൊരു വിശാലമായ ഒരു ദൈവപ്രവൃത്തിയുടെ തുടക്കമാണ്. 11-ാം അധ്യായത്തില് 1, 2, 3 വാക്യത്തിൽ തമ്പുരാൻ തുടക്കം കുറിച്ചത് അവിടെ കാണുന്നു. ഹല്ലേലൂയ. ദൈവത്തിനെ അനുഗ്രഹിക്കും, നീ അനുഗ്രഹമായി തീരും. Praise the Lord. അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തത് അബ്രഹാം ചോദിച്ചു, നീ എന്നെ എന്തോ അനുഗ്രഹിക്കുന്നേ പറയുന്നത്? ഞാൻ സ്തോത്രം, എനിക്കൊരു തലമുറ പോലും ഇല്ല. ദമശ്കേക്കാരനായ എലിയാസർ സകലത്തിനും അവകാശിയാണ്. Abraham and Sarah, they could not understand the purpose of that promise in the beginning. മനസ്സിലായില്ല. അതുകൊണ്ട് അമ്മച്ചി പോയി അച്ഛനെ ചെവി പറഞ്ഞു കൊടുത്തത്, ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞു ഇങ്ങനെ ആയിരിക്കും അല്ലേ? നമ്മളതാണ് ചിന്തിക്കുന്നത്. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞു. ഹല്ലേലൂയ. ആ അനുഗ്രഹം പാസ്റ്റർ ഇങ്ങനെ ആകാൻ സാധ്യത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ അനുഗ്രഹവുമായി നാം ദൈവസന്നിധിയിലേക്ക് പോകണം. ദൈവത്തിന്റെ വാഗ്ദത്തവുമായി മനുഷ്യന്റെ അടുക്കലല്ല പോകേണ്ടത്, ദൈവത്തിന്റെ വാഗ്ദത്തവുമായി ദൈവ പാദപീഠത്തിലേക്ക് പോകണം. വാക്യമുണ്ട്, എന്റെ സാക്ഷ്യത്തെ പൊതിഞ്ഞിട്ടാ പറയുന്നത്. സ്തോത്രം. എന്തിനാ പൊതിഞ്ഞിട്ടുന്നേ? സാക്ഷ്യത to cover up your testimony. Praise the Lord. എന്തുവാ അതിന്റെ അർത്ഥം? ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ അപ്പച്ചന്മാരൊക്കെ വൈകിട്ട് വെളിയില് പോയിട്ട് വരുമ്പോൾ ഒരു പൊതിക്കെട്ടോട് വരും അല്ലേ? പിള്ളേരുടെ ആകാംക്ഷ ഈ പൊതിക്കെട്ടിനകത്ത് എന്താണ്? നിങ്ങളാരും പൊതിക്കെട്ട് കഴിക്കാത്തത് കഴിച്ചിട്ടുള്ളവര് തിരിച്ചാട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നൽകിയ വാഗ്ദത്തം ഇപ്രകാരമുള്ള ചില പൊതിക്കെട്ടുകൾ. ഒരു ദൈവത്തിനറിയാം എനിക്കുള്ളതിനകത്തുണ്ട്, എനിക്കുള്ളതിനകത്തുണ്ട്. അത് എനിക്ക് വേണ്ടിയുള്ളതാ. എന്റെ പിതാവാണത് പറഞ്ഞതെങ്കിൽ അവനത് നിവർത്തിക്കും. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നുണ്ട്? പ്രതികൂലങ്ങൾ എത്ര വന്നാലും, വെല്ലുവിളികൾ എത്ര വന്നാലും, അസാധ്യങ്ങള്, അസാധ്യത്തിന്റെ നിഴലിടങ്ങള്, ഹല്ലേലൂയ, പാടുന്നതുപോലെ ഉയർത്തില്ലെന്ന് ശത്രു വാദിച്ചാലും, സാധ്യതകള് അസ്തമിച്ചു പോയാലും എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരു പൂർണ്ണതയുണ്ട്. ഹല്ലേലൂയ. അവരുടെ ദൈവമഹത്വം അതിനകത്തുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം. പ്രൈസ് ദി ലോർഡ്. നാം ഇതൊന്നൊരു അതിർവരമ്പ് കിട്ടരുത്. നമ്മുടെ ദൈവിക വാഗ്ദത്തങ്ങൾക്ക്, ദൈവത്തിന്റെ വചനത്തിന് നാം അതിരിടരുത്. സ്തോത്രം. ഹല്ലേലൂയ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദിയിലേക്കുള്ള വലിയ നദിയായിട്ട് ഇത് മാറുമെന്ന് ഉമ്മരപ്പടിയുടെ അടിയിൽ നിന്ന് ചെറിയ ഒഴുക്ക് കണ്ട് പ്രവാചകന് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. ചെറിയ സ്കെയിലും കൊണ്ട് പുള്ളി നടന്നത്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞ അളക്ക, വീണ്ടും അളക്കുക. നിന്റെ കയ്യിലിരിക്കുന്ന സ്കെയിൽ ചെറുതാ. ഹല്ലേലൂയ. വീണ്ടും അളക്ക, വീണ്ടും അളക്ക, മുന്നോട്ട് പോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മെ പുറകോട്ട് നയിക്കുന്നതല്ല, അത് മുന്നോട്ട് നയിക്കുന്നതാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം പ്രാപിച്ച് നീ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, നീ മുന്നോട്ടാണെന്ന്, ദൈവത്തിന്റെ വിശ്വസ്തതയാണെന്ന്, ദൈവത്തിന്റെ കൃപയെ അടക്കുവാൻ കഴിയുമെങ്കിൽ നീ അടക്ക്. ഹല്ലേലൂയ. അടക്കും തോറും അതിനെ ആഴം വർദ്ധിക്കുന്ന, അതിന്റെ ഒഴുക്ക് വർദ്ധിക്കുന്ന, നീ മുന്നേറും തോറും ദൈവമായുള്ള ബന്ധത്തിൽ നീ മുന്നേറും തോറും അതിന്റെ ആഴം വർദ്ധിക്കുന്ന, അളവ് വർദ്ധിക്കുന്ന, കൃപ അധികമായി പെരുകുന്ന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തീർന്നു പോയി നാളെ ദൈവം നീ ദൈവസന്നിധിയോളം അവരോട് കാത്തിരിക്കുന്നു, അത്രത്തോളം അതിനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം. ഹല്ലേലൂയ. അബ്രഹാമിന്റെയും സാറയുടെയും ചിന്തയിൽ പരിമിതികൾ ധാരാളം ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. They began to act to their own. Praise the Lord. Hallelujah. They began to act on their own. അവരുടേതായ രീതികളിൽ സഞ്ചരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ the fleshly was born. Hallelujah. ജഡപ്രകാരമുള്ളത് അവിടെ പ്രബലപ്പെട്ടു. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നാം എന്തിനെയാണ് പാലൂട്ടി വളർത്തുന്നത് നാം വ്യക്തിയിൽ ശ്രദ്ധിച്ചു. നാം എന്തിനെയാണ് പരിപോഷിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം.
നാം എന്താണ് So God's promise, hallelujah. God's promise is having a different route. ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിക്ക് ഒരു പ്രത്യേക വഴിയുണ്ട്. ഹല്ലേലൂയ. അത് കുറച്ചുനാൾ നമ്മൾ പറയുന്ന പോലെയും, കുറച്ചുനാൾ പിന്നെ അച്ചാൻ പറയുന്ന പോലെയും, കുറച്ചുനാൾ പാസ്റ്റർ പറയുന്ന പോലെയും, പിന്നെ കുറച്ച് അവസാനം വരുമ്പോൾ ദൈവം എടുക്കുകയും ചെയ്യുന്ന വഴിയല്ല. സ്തോത്രം. ദൈവത്തമ്പുരാൻ ആദ്യം മുതൽ അവസാനം വരെ കൈകാര്യം ചെയ്യുന്ന, ഇന്ന് പോലെ മാതാവ് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് മുഴുവൻ മഹത്വം പോകുന്ന ഒരു മനുഷ്യനിലേക്ക് മഹത്വം ചോർന്നു പോകാതെ പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെടേണ്ട അളവിൽ വെളിപ്പെടുന്ന ദിവസമായി നഷ്ടപ്പെട്ട വിഷയത്തിന്റെ പേരിൽ എന്റെ ദൈവത്തിന്റെ ഒരു വാക്കിന് മുൻപിൽ ജീവൻ വെളിപ്പെടുന്ന, പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെടുന്ന, ആത്മാവിന്റെ പുറത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ഹല്ലേലൂയ ദൈവിക വിടുതലാണ് ദൈവമക്കളെ നമുക്ക് ആവശ്യം. അത് ആഗ്രഹമുള്ള ദൈവത്തെ സ്തുതിച്ചാണ്. ജഡത്തിന്റെ ഹല്ലേലൂയ കോപത്തിന്റെ വേണ്ട എനിക്ക് ആത്മാവിന്റെ കെട്ടുപണിയ എനിക്ക് വേണ്ട തലമുറയ്ക്കും ഈ ദേശത്തെ വേലയ്ക്കും ഈ ദൈവസഭയ്ക്കും ഹല്ലേലൂയ ദൈവരാജ്യത്തിന് പോകേണ്ടത് നമ്മുടെ കിടത്താൻ പണിയുന്ന പണികളെ ഇടിച്ചു കളഞ്ഞിട്ട് ആത്മാവിന്റെ കെട്ടുപണി എന്റെ ജീവിതത്തിൽ ആരംഭിക്കുവാനിടയായിട്ടുണ്ട്. സകല പ്രവണതകളെ ഇത് വരയ്ക്കാതെ God's promise exclusively manifest on spiritual realm. Praise the Lord. പൂർണ്ണമായും ആത്മമണ്ഡലത്തിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിൽ സത്യത്തിൽ, Praise the Lord. Hallelujah. അവനിൽ ഭോഷ്ക് ലെവലേശമില്ല. Praise the Lord. There is no covering up in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവുള്ള പണിക്ക്, Praise the Lord, ആത്മാവിന്റെ പണി എവിടെ ആരംഭിക്കുന്നത് അറിയാമോ? ഹല്ലേലൂയ. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്ന ഇടത്താണ്. Praise the Lord. പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചത് സ്തോത്രം കർത്താവ് ക്രൂശിൽ കിടന്നപ്പോഴല്ല. പുനരുത്ഥാന ശക്തി വ്യാപരിച്ചത് എവിടെയാണ്? അവന്റെ മധ്യ ശരീരത്തിന്റെ മേൽ. Hallelujah. Praise the Lord. You are waiting for the power of resurrection to manifest in your family. നിന്റെ കുടുംബത്തിൽ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ നീ കാത്തിരിക്കുകയാണോ? Hallelujah. യഹൂദന്മാർ കാത്തിരുന്നു, ശിഷ്യന്മാർ കാത്തിരുന്നു. Hallelujah. റോമ സാമ്രാജ്യം കാത്തിരുന്നു. എന്നാൽ മരിച്ച Hallelujah 3 ദിവസമായ Hallelujah ശരീരത്തിന്റെ മേൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവന്റെ മധ്യ ശരീരത്തെ Hallelujah മഹത്വമുള്ള ശരീരമാക്കി മാറ്റിയ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ Hallelujah. Oh, that is freshly Hallelujah. Shall we put to death? Praise God. എത്ര നമ്മൾ മനസ്സിലാകുന്നുണ്ട്? Hallelujah. 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 Oh, ഭഗവാന്റെ ഭാവിച്ചുള്ള ലോകസ്ഥാപനം ഭാവിച്ചുള്ള ലോകസ്ഥാപനം മുതൽ അവർക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാണ്. ഓ എപ്പോഴാണ് വ്യാപരിക്കുന്നത്?
കൈകൾ കെട്ടിയപ്പോൾ വ്യാപരിച്ചില്ല, അവന്റെ വസ്ത്രം മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യാപരിച്ചില്ല. ഓ, അവന്റെ മേൽ ചാട്ടവാർ അടിച്ചപ്പോൾ മുഴുവൻ ശക്തി വ്യാപരിച്ചില്ല. ഓ, അവനെ വലിച്ചഴച്ചപ്പോൾ അവന്റെ മേൽ മുതുകിലേക്ക് ഒരു ക്രൂശ് എടുത്ത് കൊടുത്തപ്പോൾ അത് വ്യാപരിച്ചില്ല. നാം പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം നടക്കുമ്പോൾ വ്യാപരിക്കണമെന്നാണ്. കർത്താവേ, ചാട്ടവാറാടി വ്യാപരിക്കുക. ഹല്ലേലൂയ. ഓ, ദൈവം പറയുക, ഓ, സമയമായിട്ടില്ല, സമയമായിട്ടില്ല, അവസാനത്തെ മുദ്രയും വീഴും. ഓ, ഹല്ലേലൂയ. ഓ, ഈ സാമ്രാജ്യത്തെ അടക്കി വാഴുന്ന, ഈ സാമ്രാജ്യം അടക്കി വാഴുന്ന സാമ്രാജ്യത്തിലെ ശക്തിയുടെ മുദ്രയും വീട് കഴിയുമ്പോൾ ഹല്ലേലൂയ, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവന്റെ മർത്യയ ശരീരത്തിന്റെ മേൽ സ്വർഗ്ഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്ത പുനരുദ്ധാന ശക്തി വ്യാപരിക്കുക. എന്ന് വലിയ ഭയമനസ്സിലായി. നിർജീവത്വമായി കിടക്കുന്ന ജനത്തിന്റെ മേല് എന്റെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന പോലെക്കരമായി ചെയ്യട്ടെ. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഓ, കേട്ട് മറന്നുപോയ വാഗ്ദത്തം. ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാർത്ഥിച്ച ഹല്ലേലൂയ, കടലിലൊഴുക്കി നിന്റെ കിടക്കയെ നനച്ച ഹല്ലേലൂയ അനുഭവങ്ങളുടെ മേൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഇന്ന് പകർക്കാതെ the power of God will begin to manifest. Oh yes, hallelujah, hallelujah. ഇതുപോലെക്കാലം ചില കുടുംബത്തിന്റെ അന്തർഭാഗത്തേക്ക് ഈ പുനരുദ്ധാന ശക്തി അതിന്റെ സഞ്ചാരം ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. Glory to God. മുദ്ര വെച്ചവരെ, മുദ്ര വെച്ചവരെ, ഒരു നടക്കയില്ല, ഒരു സമരക്കയില്ല, ഒരു സുഖം നടക്കയില്ല. ഇവിടെ വരെ ഉള്ളത് പറയുന്നവേ ആത്മാവുടെ ആരാധനയിൽ പൊട്ടിമാറുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന കൊടുമുടി കയറുവാൻ ആരംഭിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവമേ, അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം ഹല്ലേലൂയ അത് ഇന്നും ഹല്ലേലൂയ ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെന്തുവാ? Even now it is like that. Praise the Lord. Even now it is like that. For a promise that God has given to you, there is always a challenge, a resistance against that. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്നുകൊണ്ട് നീ പ്രാപിക്കുന്നൊരു വാഗ്ദത്തം, അതിന്റെ മേൽ ഈ വചനം അപ്ലൈ ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാപിച്ചതിന്റെ മേലും ഇന്ന് പകൽക്കാലം നിന്റെ ജീവാശ്വാസം ഉള്ളിടത്തോളം നീ പ്രാപിക്കുന്ന സകലത്തിന്റെ മേലും ഈ വചനത്തിനകത്തുള്ള സകല വാഗ്ദത്തങ്ങൾ ആർക്കു വേണ്ടിയാ പ്രിയമുള്ളവരെ? ഇത് നമുക്ക് വേണ്ടിയുള്ളതാ. This is for us. Hallelujah. This is for us. നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാ. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടിയുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്ക് ഹല്ലേലൂയ ഒറ്റ ഫോർമുലയേ ഉള്ളൂ. ഹല്ലേലൂയ. ജഡത്തെ ക്രൂശിക്കുക. ഹല്ലേലൂയ. ജഡം പ്രബലമാകുന്ന മണ്ഡലങ്ങളിൽ ദൈവിക വാഗ്ദത്തത്തിന് റോളില്ല, പരിശുദ്ധാത്മ പ്രവർത്തിക്ക് റോളില്ല. ഹല്ലേലൂയ. മാറി നിൽക്കും ദൈവം. ഹല്ലേലൂയ. എന്നാൽ the power of God began to manifest on the dead. Hallelujah. Praise the Lord. പൂർണ്ണമായും ശത്രു അവസാനത്തെ മുദ്രയെ വെച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നിങ്ങൾ പറയുക വാഗ്ദത്തമുണ്ട്, വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അത് പിറക്കുന്നില്ല. 75-ാം വയസ്സിൽ ലഭിച്ചത് നീണ്ട 25 വർഷങ്ങൾ. ഹല്ലേലൂയ. അബ്രഹാമിന് ദൈവശബ്ദം നേരിട്ട് കേട്ട അബ്രഹാമിന് 25 വർഷം വേണ്ടി വന്നു ജഡം നിർജീവമാകുക. റോമാലേഖനത്തിൽ വായിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം. അല്പം ജീവനോടൊപ്പം പ്രവർത്തിക്കുന്ന ദൈവമോഹമല്ല, ജീവനില്ലാതായി കഴിയുമ്പോ ഹല്ലേലൂയ. അതിന്റെ അർത്ഥം അറിയാമോ? ഹല്ലേലൂയ. ആത്മീയമായി നിങ്ങൾ ചിന്തിച്ചേ. ജഡം ഒട്ടും ഉയരാത്തൊരവസ്ഥയിലേക്ക് നീ പാകപ്പെട്ട് കഴിയുമ്പോൾ, ജഡത്തിന്റെ പ്രവൃത്തി പ്രബലമാകാത്ത അവസ്ഥയിലേക്ക് നീ അതിനെ പാകപ്പെടുത്തി കഴിയുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ശക്തിയുണ്ട്. ഓ, the spiritual is born, the promise is born. വാഗ്ദത്തം നിവർത്തിയാവുക. എത്ര പേർക്ക് മനസ്സിലാവുന്ന വെളിപ്പെടുന്ന വാഗ്ദത്തം
ഇപ്രകാരം പലതും പ്രാർത്ഥന പ്രാപിച്ചവരാണ് ഇരിക്കുന്നത്. നാം ആരും നിവൃത്തി പ്രാപിക്കാത്തവരല്ല. പലതിന്റെ മേലും ദൈവത്തിന്റെ കരം നമുക്കായി ചലിച്ചവർ ദൈവത്തിന് സ്തുതിച്ചാണ്. അതുകൊണ്ട് പരിശുദ്ധമ്മ പറയാ, every believer, hallelujah. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസഹാക്കിനെ പോലെ നാം ആരാണ്? വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാണ്. Praise the Lord. We are a result. We are the outcome of a promise. Hallelujah. ഒരു വലിയ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. Hallelujah. എന്താണ്? ലോകസ്ഥാപനം മുഴുവൻ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്, ആ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തിന്റെ പേര് ലോകസ്ഥാപനം മുഴുവൻ പേര് വിളിച്ച കർത്താവ്. Hallelujah. So you are born out of the miracle of grace. Hallelujah. കൃപയാൽ Hallelujah. ദൈവരാജ്യത്തിന്റെ ഭാഗമായി മാറുവാൻ, അബ്രഹാമിന്റെ സന്താനങ്ങളായി മാറുവാൻ, പുതിയ നിയമ ഇസ്രായേലായി മാറുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളോട് പറയട്ടെ, the promise is persecuted by the fleshly. Hallelujah. പലപ്പോഴും ഈ വാഗ്ദത്തത്താൽ ഉള്ളതിനെതിരെ ഒരു പീഡ, Hallelujah, സ്തോത്രം, Hallelujah, അതിനെ ഉപദ്രവിക്കുന്ന അവസ്ഥ. That is what it is written over there. Hallelujah. നമുക്ക് ഇന്ന് ഉപദ്രവമുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ വാഗ്ദത്തം നാം വിട്ടുകളയരുത്. ദൈവിക വാഗ്ദത്തം വിട്ടുകളയരുത്. ഇവിടെ സംഭവിച്ചത് ജഡത്താലുള്ളതിനെ പുറത്താക്കിയപ്പോ ആത്മാവിനാൽ പ്രബലപ്പെട്ടു. ഇത് പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളവരോട് ഇടപെട്ടതിന്റെ മേലെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, God's promises are fulfilled through the promised Son. Hallelujah. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഹല്ലേലൂയ ഒരു വാഗ്ദത്തം നിവൃത്തി നമുക്കില്ല. Praise the Lord. Hallelujah. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനം ഒരിക്കലും വൃഥാവായി പോയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് എതിരെ ഉണ്ടെങ്കിലും, ഹല്ലേലൂയ, എത്ര ഉണ്ടെങ്കിലും അത് എന്നത്രേ. ഹല്ലേലൂയ. സ്തോത്രം. 2 ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതത്ര അവൻ രൂപതല്ലേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ അവനിൽ ആമേൻ തന്നെ. So let us pray in the presence of God by saying that. നിങ്ങൾക്കൊരു വാഗ്ദത്തം ലഭിച്ചു. ആ വാഗ്ദത്തത്തിന്റെ മേൽ ജഡത്തിന്റെ യാതൊരു അജണ്ടയും വേണ്ട. യേശുവിന്റെ നാമം അതിന്മേൽ ഉച്ചരിച്ച് പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചാൽ ഉപദ്രവങ്ങൾക്കുള്ളിലും അത് പ്രബലപ്പെടുക. ആത്മാവുള്ള കെട്ടുപിടിച്ച് നമ്മൾ ആഗ്രഹിക്കുക. റോമലേഖനം 9-ാം പറയുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഇസഹാക്കിനെ ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് ദൈവം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയും, കർത്താവേ, അത് അങ്ങനെയായാലും എങ്ങനെയാ? സ്തോത്രം. വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾക്കെതിരെ മക്കളെ അത്രേ സന്തതി എന്നെടുക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം സ്തോത്രം നമ്മെ വീണ്ടെടുത്തത് സ്വന്തം ജനമായി തീരുമാനം. ദേവദാസൻ പറയണല്ലോ, ദൈവത്തിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ല. സ്തോത്രം അല്ലേ? എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. സ്തോത്രം. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് നമ്മളുടെ മക്കള് നമ്മള് ദൈവമക്കളായതുകൊണ്ട് നമ്മുടെ മക്കള് ദൈവമക്കളായിട്ടെന്ന് വിചാരിക്കരുത്. അവർക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? പോൽക്കാലം സ്വതന്ത്രം. ദൈവത്തിന്റെ മക്കൾ, ഞാൻ ദൈവത്തിലാണെങ്കിൽ എന്റെ മകനോ മകളോ അവരും ദൈവമക്കളായി മാറണം. They are not supposed to be prevailed in the way on the basis of, hallelujah, നമ്മളുടെ കെയർ ഓഫിലല്ല അവർ വാഗ്ദത്തം പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, റോമൻസ് 4:9, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ ജീവിതത്തെ ഗ്രഹിച്ചിട്ടും
എന്ത് സംഭവിച്ചു? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നമ്മെ ക്ഷീണിപ്പിക്കുന്ന പല മണ്ഡലങ്ങളും നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു കാര്യം പറഞ്ഞോണം, ഹല്ലേലൂയ, ഇവിടെ ചിലർ ക്ഷീണിക്കുമ്പോൾ വിശ്വാസം ഞാൻ പ്രബലപ്പെടുകയാണ്, എന്റെ ആത്മാവ് ബലപ്പെടുകയാ, എന്റെ അകത്തെ മനുഷ്യൻ പ്രബലപ്പെടുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹി ഡിഡ് നോട്ട് വീക്കൻ. ഹല്ലേലൂയ, അവൻ ക്ഷീണിച്ചില്ല. ഇന്ന് പകൽക്കാലം വാഗ്ദത്തം പ്രാപിച്ച ദൈവമക്കളെ, നീ ക്ഷീണിക്കരുത്, നീ ഭാരപ്പെടരുത്. ഹല്ലേലൂയ, നിന്റെ മേൽ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഈ വാഗ്ദത്തം നിവർത്തി ഉണ്ടാകുമെന്ന് ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ എല്ലാവരും വിശക്കട ദിവസമാണ് ചാട്. ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ, വാഗ്ദത്ത പ്രകാരമുള്ള ദൈവജനം. ഹല്ലേലൂയ, നാം വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാ, ആത്മാവിൽ ജനിച്ചവരാ. ആത്മാവിൽ ജനിച്ചതിനെതിരെ, ആത്മാവിൽ വാഗ്ദത്തം പ്രാപിച്ചതിനെതിരെ ജഡപ്രകാരമുള്ളത് എന്തും വെല്ലുവിളി ഉള്ളതുപോലെ, ഉപദ്രവം അഴിച്ചുവിടുന്നത് പോലെ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിൽ വിജയം ഏറ്റെടുക്കുവാൻ ജഡത്തെ രാഗമോഹങ്ങളോട് ക്രൂശിച്ച് ആത്മാവിലെ ജയത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനാൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഇന്ന് പോലും നമ്മെ കേൾപ്പിച്ച ദൈവിക ആരാധനയ്ക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുക. Oh, my flesh shall not prevail. Hallelujah. Against those promises that God has given me. Hallelujah. Oh, ജഡം പ്രബലമാകരുത്. Hallelujah. ആത്മാവിലുള്ള വിട്ടുപണി എനിക്കായി ദൈവം ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. ഇവരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. നമ്മളൊരു സ്തോത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രയോജനം പ്രാർത്ഥിക്കുന്നു. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാ പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ, ഈ ആഴ്ചയുടെ 1 ദിവസം അടിയങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപകൊണ്ട് സ്തോത്രം ചെയ്യാൻ കടന്നു വന്ന സന്ദർഭം മുതൽ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. എല്ലാ കൃപയ്ക്കായും നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്ന ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ ദാസനെ അതിനായി ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനഃപ്പാഠവാക്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിപ്പാനിടയാക്കിയ കർത്താവേ, അവിടുത്തെ ആകർഷണ വലയത്തിലൂടെ സൂക്ഷിച്ചു കൊള്ളണേ. ദൈവകൃപകളെ വർദ്ധിച്ചു വളർന്നു വരുവാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ അവർക്ക് കൊടുത്ത് കർത്താവിന്റെ ചിറകിൽ അവരെ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ദൈവകൃപകളെ ഏൽപ്പിക്കുന്നു. സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച എല്ലാവർക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് സൗഖ്യമാക്കി വിടുവിച്ച് രക്ഷിച്ച് കൃപയിൽ സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്താലുള്ള വിടുതൽ അവിടുത്തെ അടിപ്പിണകളാലുള്ള സൗഖ്യം അവർക്ക് കൊടുത്ത് ഓരോരുത്തരെയും ദൈവം നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിൽ അങ്ങനെ ഞങ്ങളുടെ വിഷയങ്ങളെ എല്ലാം ഏൽപ്പിക്കുന്നു. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച ദൈവജനത്തിനായി സ്തോത്രം കർത്താവേ. നമ്മുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ദൈവജനം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ദൈവജനാനുസരണം ഞങ്ങളെ തന്നെ കർത്താവെ ക്രമീകരിച്ച വിശുദ്ധിയോടെ കർത്താവിന്റെ മാർഗിൽ ചാരി ജീവിപ്പാൻ ആവശ്യമാകുന്ന എല്ലാ കൃപയും ഞങ്ങൾക്ക് തന്ന് നാഥാ ഞങ്ങളെ ദിനംതോറും നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വിഷയങ്ങളെ എല്ലാം ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതാ. ഈ അടുത്തൊരാഴ്ചക്കാലം, ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ എവിടെയായിരുന്നാലും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം. ചിറയിൻ കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ കർത്താവേ. ഉള്ളംകൈയിൽ ഞങ്ങളെ താങ്ങിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയാകുന്നവരെ ഓർത്ത് പ്രത്യേക പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഉള്ളംകൈയിൽ വഹിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഉദ്ദേശ സ്ഥാനങ്ങളിലെത്തുവോളം കൃപയിൽ സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവേ. അടിയങ്ങളെ ഓരോരുത്തരെയായി ദൈവങ്ങളെ സമർപ്പിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ദൈവങ്ങൾ ഞങ്ങൾക്ക് തന്നാട്ട് കർത്താവേ. അങ്ങയെ പ്രതിബിംബിച്ചുകൊണ്ട് ദൈവത്തിന്റെ കാൽച്ചൂട് തന്നെ ഞങ്ങൾ കാൽച്ചൂടായി അങ്ങയെ പ്രസാദിപ്പിച്ചേപ്പാനുള്ള ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്മേലൊക്കെ ദൈവം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥന കേട്ടതിനാൽ നമ്മുടെ കരങ്ങളോട് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവ മനസ്സലിവുടയ മഹോന്നത പരമേ വന്ദനം.
ആമേൻ. മനസ്സൂടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴിയെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ദിവസവും എല്ലാ ഭവനങ്ങളോടും ലോകത്തോടുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന്റെ നാമത്തിലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം ചെയ്ത് നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേണമെങ്കിൽ ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കും.